നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചായ കുടിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പഴയകാലം മറക്കാൻ പാടില്ലല്ലോ. അതെന്താ ചായ വേണ്ടേ? ഞാനതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. എനിക്ക് നിങ്ങളെ കൊന്നിട്ടൊന്നും നേടാനുമില്ല. അതല്ല സുശീലേ, ഞാനിവിടെ കയറി വന്നാ നീ എന്നെ ആട്ടിയിറക്കുന്നാ ഞാൻ വിചാരിച്ചത്. ഓ, ഇനി നീ ഇതിൽ വിഷം കലർത്തിയാലും ഞാൻ കുടിക്കും. എന്റെ സ്വഭാവവും രീതികളും ആർക്കും ദഹിക്കില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് ഇത്രയും വർഷം ഭാനുവും എന്നെ സഹിച്ചൊപ്പം നിന്നില്ലേ? ആ നന്ദി എനിക്കെന്ന് നിങ്ങളോടുണ്ടാവും ഭാനുമ്മേ. നിങ്ങൾ ആരുടെ ഭാഗം ചേർന്നാലും സുശീല ഉള്ള കാലത്തോളം നിങ്ങൾ ഈ വീട്ടിൽ വരണം. ഇപ്പോഴേ ഞാൻ ഒറ്റയ്ക്കായി തുടങ്ങി. നിങ്ങളും കൂടി എന്നെ കൈയൊഴിഞ്ഞാലേ പിന്നെ എനിക്ക് ആരും ഇല്ലാതാവും. ഇങ്ങനെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ സുശീല ഉണ്ടായത്? സോന അവളുടെ ഭർത്താവിന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറിയതല്ലേ. സത്യനും പ്രതിഭയും 2-3 ദിവസത്തെ ടൂർ കഴിഞ്ഞ് ഇങ്ങനെ എത്തുകയും ചെയ്യും. അവർക്കൊക്കെ അവരുടെ വഴികളായി ഭാനുമ്മേ. ഇനിയിപ്പോ എന്നെ കൊണ്ട് അവർക്ക് ആർക്കും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എന്റെ കൂടെ എന്ന് ഇന്ദ്രൻ മാത്രമേ ഉണ്ടാവൂ. അവന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെയായി. എല്ലാം നീ തന്നെ വരുത്തി വെച്ചതല്ലേ സുശീലേ? ഇന്ദ്രനും അനുപമയും ആ വാടക വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നില്ലേ? നീയല്ലേ അവിടെ വെറുതെ കയറി ചെന്നത്? ഞാൻ അവിടെ കയറി ചെന്ന് എന്തുണ്ടാക്കിയെന്നാ? ഇന്ദ്രൻ മധുര പോയപ്പോ 2 ദിവസം ഞാൻ അനുപമയെ അവളുടെ അനിയത്തിയെ നല്ല രീതിയിൽ നോക്കിയതാണെന്ന് നിങ്ങൾക്കും അറിയാലോ.